നമസ്കാരം. കോഴിക്കോട് കണ്ണൂക്കര മാടാക്കര മസ്ജിദ് മുസ്ലിം പള്ളിയാണ്. ആ മുസ്ലിം പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പോലീസ് കയറി ലാത്തി വീശിയ സംഭവമുണ്ടായി. എന്തിനെ തുടർന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രിസ്ത്യൻ പള്ളികളുടെ കാര്യത്തിൽ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, ഈ ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി, പോലീസ് പള്ളി ഏറ്റെടുത്തു, കോടതിയെ പള്ളി വിടുവിച്ചു, ആരാധനാക്രമങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കണം തുടങ്ങിയ പല വിധികളും ക്രിസ്ത്യൻ പള്ളികളുടെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. വലിയ സംഘർഷങ്ങൾക്ക് ഈ പള്ളികൾ പലതും സാക്ഷ്യം വഹിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള പല സംഘർഷങ്ങളും ഈ മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് പല പ്രദേശങ്ങളിലും നടക്കാറുണ്ടെന്നുള്ള കാര്യം സ്വതുവേ മാധ്യമങ്ങൾ വാർത്തകളാക്കാറില്ല. തന്നെയുമല്ല, ഈ വിഭാഗങ്ങളൊന്നും കോടതിയിൽ പോയി ഇതിൻ്റെ ഒരു അവകാശ നിർണയം നടത്തുവാൻ മുതിരാറുമില്ല. കാരണം അവരെ സംബന്ധിച്ച് അള്ളാൻ്റെ നിയമമാണ് വലുത്, ഭാരതത്തിൻ്റെ നിയമമല്ല എന്നുള്ളൊരു പൊതുവായ മനോഭാവമുണ്ട്. അതുമാത്രമല്ല, ഈ പള്ളികളെ സംബന്ധിച്ച് കോടതികൾ അതിൽ ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ നടത്തിപ്പ് രീതികളും വ്യവസ്ഥകളുമെല്ലാം ഒരു ക്രമീകരിക്കപ്പെട്ട രീതിയിൽ ഒരു ചട്ടക്കൂടിനുള്ളിലാകും. അത് ഈ മുസ്ലിം വിഭാഗം ഒരിക്കലും താല്പര്യപ്പെടുന്നൊരു കാര്യമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കോഴിക്കോട് കണ്ണൂക്കര മാടാക്കര മുഹീദ്ദീൻ മസ്ജിദ്, ഇവിടെ ഈ മുഹീദ്ദീൻ മസ്ജിദിൽ നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, മഹല് കമ്മിറ്റി എതിർക്കുന്നവർ, ഈ മഹല് കമ്മിറ്റി എന്ന് പറയുന്നത് പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ നടത്തിപ്പ് നിയന്ത്രിക്കുന്ന കമ്മിറ്റി, വർഷങ്ങളായി ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പള്ളിയിലെ ഖത്തീബ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇൻചാർജ് എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ഓരോ പദങ്ങളാണ്. വർഷങ്ങളായി പള്ളിയിലെ ഖത്തീബ് എന്ന് പറയുന്ന അബ്ദുൾ റഹ്മാൻ ഫൈസി പൊന്മള എന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ അബ്ദുൾ റഹ്മാൻ ഫൈസി പൊന്മളയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചൊരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. വർഷങ്ങളായി നടക്കുന്ന ഒരു തർക്കമാണ്. വർഷങ്ങളായി അബ്ദുൾ റഹ്മാൻ ഫൈസി പൊന്മളയാണ് ഖത്തീബ്. ഈ ഖത്തീബ് സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റണമെന്നുള്ള ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തുണ്ട്. അവരെ എതിർക്കുന്ന മഹല് കമ്മിറ്റിയിൽപ്പെട്ട ഈ അബ്ദുൾ റഹ്മാൻ ഫൈസിയോടൊപ്പം നിൽക്കുന്നവർ മറുഭാഗത്ത്. ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഇവർ പ്രാർത്ഥിക്കാൻ കയറിയ വേളയിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും അതിനെ തുടർന്നാണ് പോലീസ് എത്തി ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ പോലീസ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വിടുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവരുടെ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം നമ്മുടെ പ്രതിനിധികൾ, മറ്റു മാധ്യമപ്രവർത്തകരൊക്കെ ഇതെന്താണ് സംഭവം, പോലീസ് എങ്ങനെയാണ് മസ്ജിദിൻ്റെ അകത്ത് പ്രവേശിച്ചത്, എന്തുകൊണ്ട് പ്രവേശിച്ചു? കാരണം മസ്ജിദിനകത്ത്, ഈ പള്ളിക്കകത്ത് നടക്കുന്ന അടിയുടെ വിവരങ്ങൾ പുറത്തറിഞ്ഞാൽ മാത്രമേ പോലീസിന് സ്വമേധയാ ഇടപെടുവാൻ സാധിക്കൂ. പക്ഷേ മുസ്ലിം പള്ളി ആയതുകൊണ്ട് തന്നെ നേരിട്ട് പോലീസ് സ്വമേധയാ ഇടപെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം, മഹല് കമ്മിറ്റിയിൽ നിന്ന് ഔദ്യോഗികമായിട്ടൊരു ഫോൺ കോളിലൂടെയെങ്കിലും ഇത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുന്നു, പോലീസിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യം പള്ളിയിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ പോലീസ് ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിരില്ല. അകത്ത് കയറിയപ്പോൾ ഈ കയ്യാങ്കളി പരിധി വിട്ടു പോകും, കൈവിട്ടു പോകുമെന്നുള്ള നിലയിലായപ്പോൾ പോലീസ് ലാത്തി വീശിയിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സകല ആടുകീരി പട്ടിപൂച്ച സംഘടനകളുമെല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസ് അനാവശ്യമായി പള്ളിയിൽ കയറി ലാത്തി വീശിയിരിക്കുകയാണ്, നടപടികൾ സ്വീകരിക്കണം. കാരണം ഇവർക്കിപ്പോൾ വേണ്ടത് ഇത് കേസായി ഇത് കോടതിയുടെ മുൻപിലേക്ക് ഈ തർക്കം എത്തരുത്. ക്രിമിനൽ കേസുമാകരുത്, അടിപിടി കേസുമാകരുത്. അടിപിടി കേസിൽ നിന്ന് സിവിൽ കേസായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ന്യായാധിപന്മാരുടെ മുമ്പിൽ, ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന തർക്കങ്ങളിൽ വിധി പറയുന്ന ന്യായാധിപന്മാരുടെ മുമ്പിൽ ഈ പള്ളി കേസ് എത്തരുത്, മസ്ജിദിൻ്റെ കേസ് എത്തരുത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സംഘടനകളെല്ലാം ശക്തമായി തന്നെ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. തന്നെയുമല്ല, തങ്ങളുടെ പള്ളി ഒരു നിയമത്തിൻ്റെ പരിധിക്കപ്പുറത്താണ് എന്നുള്ളൊരു ധാരണ പൊതുവെ അവർ നാടാകെ പരത്തിയിട്ടുണ്ട്. പോലീസിന് അങ്ങോട്ട് കയറാൻ പാടില്ല. ഈ മാറാട് ഹിന്ദു കുട്ടക്കല നടന്നപ്പോൾ അതിൻ്റെ ആയുധങ്ങൾ ഒളിച്ചു വെച്ചിരുന്നത് അവിടുത്തെ പള്ളിയിലായിരുന്നു. ആ പള്ളി പോലീസ് കയറി പരിശോധിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് തടഞ്ഞതും ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞായിരുന്നു. തന്നെയുമല്ല, MP ആയിരുന്ന ആളുകളൊക്കെ അവിടെ വന്ന് നിസ്കരിക്കുകയും അവിടെ രക്തക്കറയെല്ലാം മായ്ച്ചു കളയുവാനായിട്ട് ബ്ലീച്ച് ഒഴിക്കുകയും ഒക്കെ തുടങ്ങിയ നിരവധി കുൽസിത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദികളാകാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള പള്ളികൾ. ഈ മാറാട് പള്ളി ഒരു ഉദാഹരണം, ഇപ്പോൾ ഈ അടിപിടി ഉണ്ടായ മുഹീദ്ദീൻ മസ്ജിദ് മറ്റൊരു ഉദാഹരണം. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഒരു പരിധിവിട്ട ഇടപെടലുകൾ, പരിധിവിട്ടതെന്ന് പറയുന്നത് അവരുടെ വീക്ഷണകോണിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അവർ ഒരിക്കലും അതിൻ്റെ അകത്ത്
വെച്ച് പൊറുപ്പിക്കുവാൻ താല്പര്യപ്പെടുകയില്ല. അത് ആ കാരണം കൊണ്ടാണ്. അല്ലാതെ മഹല് കമ്മിറ്റിക്കാർക്ക് ഈ അബ്ദുൾ റഹ്മാൻ ഫൈസിക്ക് തല്ല് കിട്ടിയോ അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ ഫൈസി ഏതെങ്കിലും ഫക്രുദ്ദീനെ തല്ലിയോ, ഇതൊന്നുമല്ല വിഷയം. ആർക്ക് തല്ല് കിട്ടിയത് കൂടിപ്പോയി അല്ലെങ്കിൽ കൊടുത്തത് കുറഞ്ഞു പോയി, ഇതൊന്നുമല്ല അവരുടെ വിഷയം. നിയമം ഇതിൻ്റെ ഈ വിഷയത്തിനുള്ളിൽ ഇടപെട്ടാൽ ചില കാര്യങ്ങൾ പുറത്തു വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ നടത്തിപ്പും എല്ലാം ഒരു ചട്ടക്കൂടിലാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഏതെങ്കിലും കോടതി എത്തിക്കഴിഞ്ഞാൽ, സുപ്രീം കോടതി വരെ പോയാലും ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ ഇവർക്ക് സാധിച്ചെന്ന് വരില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു ക്രമസമാധാന പ്രശ്നത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു അതിർത്തി തർക്കമെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സ്ഥാനത്തർക്കം, അല്ലെങ്കിൽ പള്ളിയുടെ ഭരണാവകാശ തർക്കം കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഓർത്തഡോക്സ് യാക്കോബായെ പോലെ തെരുവിൽ തല്ലി ഈ വിഷയമാകെ പ്രശ്നമാവുകയും ഒരു പള്ളിയിൽ ഇത് പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റ് പല പള്ളികളിലും മാലപ്പടക്കം പോലെ ഇത് സ്ഫോടനാത്മകമായി പൊട്ടിത്തെറിച്ച് പുറം ലോകമറിഞ്ഞ് ഇവരുടെ ഉള്ളിലുള്ള പുഴുക്കുത്തുകളും ദുർഗന്ധവും എല്ലാം സാമാന്യജനം കണ്ടറിയുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്യും എന്നൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിതിൽ താല്പര്യമില്ലാത്തത്. ഇപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എന്തായാലും ശക്തമായി പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഫോൺ കോളിൽ മാത്രം വിശ്വസിച്ചാണ് അവർ പള്ളിയിൽ കയറിയതെങ്കിൽ ആ പള്ളിയിൽ കയറിയ പോലീസുകാരുടെ കാര്യത്തിൽ സങ്കടമുണ്ട്, സഹതാപമുണ്ട്, മറ്റൊന്നും ചെയ്യാനില്ല. കാരണം വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ എന്തായാലും അവരെ സംരക്ഷിക്കുവാൻ പോകുന്നില്ല. പിണറായി വിജയൻ തന്നെ പണ്ട് പറഞ്ഞിട്ടില്ലേ, പോലീസുകാർ അവിടെ അനധികൃതമായിട്ട് ഹൈന്ദവരുടെ ഭൂമിയിൽ നാട്ടിയ കുരിശെടുത്ത് ദൂരെ കളഞ്ഞപ്പോൾ ആ കുരിശെന്ത് പിഴച്ചു എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഓർമ്മയില്ലേ. മറുവിഭാഗത്തിൻ്റെ മുസ്ലിങ്ങളുടെ കാര്യത്തിലാകുമ്പോൾ ഒരല്പം കൂടി കടന്ന് ചിലപ്പോൾ പോലീസുകാർക്ക് സസ്പെൻഷനോ ഒരുപക്ഷെ ഡിസ്മിസലോ വരെ. അതിനിടയിൽ കോൺസ്റ്റബിൾമാരെന്ന് പഴയ കോൺസ്റ്റബിൾമാർ ഇപ്പോൾ ഹോം ഗാർഡോ ആ സ്ഥാനങ്ങളിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രൊബേഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജോലി പോയത് തന്നെ എന്നത് ഏതാണ്ട് തീരുമാനിക്കാം നമുക്ക്. എന്തായാലും ഈ മൊഹീദ്ദീൻ മസ്ജിദിൽ നടന്ന തമ്മിൽ തല്ല് നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വകയായിരിക്കുകയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരല്പം ഗൗരവമുള്ള നിയമവിഷയമായി തന്നെ ഇതിനെ പൊതുജനം കാണണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമ്മുടെ ദേവസ്വം ബോർഡുമായിട്ട് താരതമ്യം ചെയ്ത് ഇതിനെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി, വ്യക്തമാകും കാര്യങ്ങൾ. കാരണം ദേവസ്വം ബോർഡ് കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതിനുള്ളിൽ വരുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാത്രമാണ്. ഭാരതത്തിൻ്റെ ഒരു നിയമവും ബാധകമല്ല ഞങ്ങൾക്ക് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഇത്തരം മസ്ജിദുകൾ സമൂഹത്തിന് ആവശ്യമാണോ, സമൂഹത്തിന് ഗുണകരമാണോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ സമൂഹവും നീതിന്യായ വ്യവസ്ഥയും തീരുമാനിക്കേണ്ടതാണ്. അതിനുള്ളൊരു തുടക്കമാകും ഈ ഒരു തമ്മിൽ തല്ലെങ്കിൽ ഈ തമ്മിൽ തല്ല് കിട്ടിയത് കൂടിയാലും കൊടുത്തത് കുറഞ്ഞാലും നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. തത്വമയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.